ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നല്ലൊരു ശുഭത്തിനെ നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് നമുക്ക് തുടക്കം കുറിക്കാം. രാവിലെ തന്നെ കാർത്തിക്കുട്ടനും ഉമ്മയും ടാറ്റയും കൊടുത്ത് ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഞാൻ സ്കൂട്ടറിൽ കയറിയതും കാർത്തിക്കുട്ട ഒരേ കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ വിളക്ക് പറയുന്നു ആലഞ്ചേരിയിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഈച്ചങ്കുരി വഴിയാണ് ആലഞ്ചേരിയിലേക്ക് പോകുന്നത്. കാരണം ദർഭപ്പാനയിൽ നിന്ന് നമ്മുടെ വട്ടവിള ശ്രീനാഥ് ബാസിയെ കൂടി പിക്ക് ചെയ്യണം. റോഡ് നല്ല സൂപ്പർ ആയതുകൊണ്ട് ശ്രീനാഥ് ബാസി പറത്തി വിടുകയാണ്. രാവിലെ തന്നെ നല്ല മഴ പെയ്ത് തുറന്നു കിടക്കുന്നതിനാൽ നല്ലൊരു വൈബുള്ള കാലാവസ്ഥയായിരുന്നു കേസ്. അങ്ങനെ വഴിയെ കണ്ട പട്ടിയും താറാവിനെയും പോത്തിനെയും ഒക്കെ ഷൂട്ട് ചെയ്ത് പാട്ടും പാടി ഞങ്ങള് പറക്കടക്കി തീ പിടിച്ച പോലെ യാത്രയായി. വഴി കണ്ട ഒരു ചേച്ചിയെ വളവ് തിരിഞ്ഞപ്പോൾ മുട്ടിയില്ല എന്ന രീതിയിലാണ് ശ്രീനാഥ് ബാസി വണ്ടി ഓടിച്ചുകൊണ്ട് പോയത്. ആ ചേച്ചി തിരിഞ്ഞൊരു തുറച്ചു നോട്ടവും ഞങ്ങളെ നോക്കി. അങ്ങനെ ഞങ്ങൾ പേടിച്ചുകൊണ്ട് 7 വഴി ആലഞ്ചേരിയിൽ എത്തിയിരിക്കുകയാണ് കേസ്. ഞങ്ങൾ കറക്റ്റ് ടൈമിലായിരുന്നു എത്തിയത്. 9:30 മുന്നേ ഫിംഗർ പഞ്ച് ചെയ്തില്ലെങ്കിൽ അന്നേ ദിവസം ഹാഫ് ഡേ ആയി മാറും. ഞങ്ങൾ 9:25 ആയപ്പോഴേക്കും എത്തിച്ചേർന്നു. പഞ്ചും ചെയ്തു, ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. അപ്പോഴാണ് നമ്മുടെ വാടക്കണ്ണ അഖില് ഓമയ്ക്ക കട്ട് ചെയ്തത് കൊണ്ടുവന്നത്. നമ്മുടെ കൊല്ലംകാരുടെ കപ്പയ്ക്കാന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കപ്പയ്ക്കൊക്കെ തിന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിന്റെ അപ്പുറത്തുള്ള നാനീസ് പലഹാരക്കടയിൽ നിന്ന് നമ്മുടെ ചേച്ചിമാര് പലഹാരങ്ങളെല്ലാം വാങ്ങി. ഞാനൊരു വട്ടക്കീപ്പും വാങ്ങി. ഈ നിൽക്കുന്ന ചേട്ട ഒരു തവണ ബീഡിയും വാങ്ങി. അപ്പോഴാണ് നമ്മുടെ ചേച്ചിമാര് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ച ആ കടയിലെ ചേച്ചിയെ പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെന്നായിരുന്നു വെച്ചാമരെ. പക്ഷെ അല്ലായിരുന്നു വെച്ചാമരെ, ബാങ്ക് സെർവർ എറർ ആയതുകൊണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിമാര് കയ്യിലിരുന്ന 200 ഗാന്ധി അപ്പൂപ്പൻ കണ്ണാടിയും വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പെടകന നോട്ട് കടയിലെ ചേച്ചിക്ക് വെച്ചങ്ങ് നേറ്റി. ഈ നോട്ട് കണ്ടത് എനിക്ക് ഗാന്ധി അപ്പൂപ്പന്റെ ഒരു പാട്ടാണ് ഓർമ്മ വന്നത്. 10 നോട്ടിലും 100 നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു, അതു കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 11 മണി ആയപ്പോഴേക്കും ഒരു ചായ കുടിച്ചാലോ എന്ന് തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ആലഞ്ചേരി ചില്ലിം ലാൻഡുള്ള നമ്മുടെ മുരുകേണന്റെ ചായക്കടയിലേക്ക് പോയി. നമ്മുടെ ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് ഈ മുരുകേണന്റെ ഈ ചായക്കട. ആലഞ്ചേരിയിൽ ഒരു ഫേമസ് ചായക്കട തന്നെയാണിത്. അവിടെ ചെന്ന് അവിടുത്തെ വെറൈറ്റി കറികൾ കണ്ടപ്പോൾ ഏതെടുക്കണമെന്ന കൺഫ്യൂഷനിലായി ഞാൻ. ബോണ്ടയും ഉടുന്നവടയും പരിപ്പുവടയും ഉള്ളിവടയും എല്ലാം കണ്ണാടിയിൽ കിടന്ന് എന്നെ നോക്കി അങ്ങ് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ കടയിൽ ഒരു ജോലിക്കാരൻ, ഒരു കൊച്ചു പയ്യനുണ്ട്. അവനാണ് ഇവിടുത്തെ സ്റ്റാർ. ഒരുപ്പുണ്ടാക്കുന്നതാണ് ഉരുട്ടി തിളച്ച എണ്ണയിലേക്ക് മാവുകൾ പറിച്ച് എറിയുന്നുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ഒരു ഉഴുന്നുവടയായിരുന്നു കഴിച്ചത്. അവിടുത്തെ മുരുകേണന്റെ വേറൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റിട്ട ചായയാണ്. ഞാൻ ഇവിടെ എപ്പോൾ ചെന്നാലും ബൂസ്റ്റിട്ട ചായയാണ് കുടിക്കാറ്. അങ്ങനെ ചട്ടിയിലെ തിളച്ച എണ്ണയിൽ ഉരുട്ടിയെറിഞ്ഞ ബോണ്ടകൾ തിളച്ച് പൊന്തുന്നുണ്ടായിരുന്നു. ബോണ്ടയുടെ പരിപാടി കഴിഞ്ഞപ്പോൾ അടുത്തതായി സമോസയ്ക്കുള്ള മസാലക്കൂട്ട് ചേട്ട ഇളക്കി പെരട്ടുകയാണ്. ഹോ, ആ ഇളക്കുമ്പോഴുള്ള മൂക്കിന്റെ പാലത്തിലൂടെ തുളച്ച് കയറി മക്കളെ. ഞാൻ രാത്രിയിലും അവിടെ നിന്ന് തന്നെയാണ് ചായയും കടിയും കഴിച്ചത്. ആ വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുരുകേണന്റെ വലിച്ചു പറിച്ചുള്ള ചായ അടിയാണ് മക്കളെ മറ്റൊരു വെറൈറ്റി. അതൊരു സ്റ്റൈല് തന്നെയാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ ആലഞ്ചേരിയിലുള്ള ഈ മുരുകേണന്റെ ചായക്കട. വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്നതാണ് നമ്മുടെ മുരുകേണന്റെ കടയുടെ ക്യാപ്ഷൻ തന്നെ. നല്ല ബ്രൂ കോഫി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അഞ്ചൽ നിന്ന് വരുമ്പോൾ ആലഞ്ചേരിക്കും ഏരൂരിനും ഇടയിലുള്ള ചില്ലിംലാലാണ് മുരുകേണന്റെ ഈ ചായക്കട. എന്തൊക്കെയായാലും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫോളോയും ചെയ്യണം. ബെൽബട്ടൺ ഉണ്ടെങ്കിൽ ഒന്ന് ഞെക്കിക്കോ, കുത്തിപ്പൊട്ടിച്ചോ.